ഹേ നമ്മൾ ടുഡേ ട്രിപ്പിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം മേഘമലയിലേക്കാണ്. മേഘമല എന്ന് പറയുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കാണാം. നമുക്ക് ഒത്തിരി മേഘങ്ങൾ കൊണ്ട് ചുറ്റും നിറഞ്ഞൊരു അടിപൊളി സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ മേഘമലയിൽ വരുന്നവർ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് താഴെ നമ്മൾ മാക്സിമം രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മുകൾ എക്സ്പ്ലോർ ചെയ്യാം. കാരണം വേറെ ഒരു വണ്ടിയുടെയും നമ്മൾ മൊത്തം വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പോകുന്ന റൂട്ട് മൊത്തം നമ്മൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു കാറ് പോകുന്നു, അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു വണ്ടിയും കൂടെ, ഇത് മൂന്നും മാത്രമാണ്. നമ്മൾ മൂന്നാമത്തെ വണ്ടിയായിട്ടാണ് പോകുന്നത്. അതിൻ്റെ നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മൾ ആ എൻട്രി ചെയ്ത ആ സമയത്ത് പോലും ഒരു വണ്ടിയും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് മാത്രമാണ് കുറച്ച് വണ്ടികൾ നമ്മൾ കണ്ടത്. അപ്പോൾ മാക്സിമം രാവിലെ നമുക്കൊരു 6 മണി സമയത്താണ് ഇവർ മുകളിലേക്ക് നമുക്ക് എൻട്രി അലോ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അവിടെ എത്തി നമ്മൾ എൻട്രിയിലെല്ലാം മുന്നോട്ട് പോവുകയാണ്. ഞാനിത് കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ ആ പോകുന്ന വീഡിയോസ് മൊത്തം ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഏറ്റവും മുകളിലേക്ക് പോകുന്ന വഴി ഏകദേശം നമുക്ക് അവിടെ നിന്നൊരു നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമളി വഴി വന്ന് നമ്മൾ ചിന്നമന്നൂർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റേ എടുത്തു. അവിടെ നമുക്ക് ഒരാൾക്ക് 2 പേർക്കും കൂടെ ഒരു 1000-നകത്ത് നമുക്ക് റൂം കിട്ടി. നല്ല റൂമായിരുന്നു. ആ റൂമിൽ നമ്മൾ ഫ്രഷൊക്കെ ആയതിനു ശേഷം അവിടെ നിന്ന് രാവിലെ നമുക്ക് ഒരു ദിവസം അവിടെ കിടന്നുറങ്ങിയതിന് ശേഷം തൊട്ട് രാവിലെ ചിന്നമന്നൂർ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങളെല്ലാം അവിടെ വച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വെച്ചതിന് ശേഷം ഇറങ്ങി നമ്മൾ മേഘമലയിലേക്ക് പോവുകയാണ്. അപ്പോൾ മേഘമലയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ആവശ്യമുള്ള വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ചോളുക. ഏറ്റവും മുകളിൽ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മേടിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്, ഇപ്പോൾ ഫുഡ് കഴിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും നിങ്ങൾ കരുതിയിരിക്കുക, എന്തെങ്കിലും ഒരു കാരണത്തിലൂടെ ഫുഡിൻ്റെ ആബ്സെൻസ് വരികയാണെങ്കിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി ഫുഡ് ആവശ്യമാണ്. സോ ഫുഡും കൂടെ ഒന്ന് കരുതിക്കൊള്ളുക. അപ്പം നമുക്ക് പോയ വഴിക്ക് എനിക്കൊരു പ്രിഫർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം രാവിലെ എത്തിക്കഴിഞ്ഞാൽ ആ തണുപ്പ് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഡൽഹിയിലൊക്കെ നല്ല തണുപ്പുള്ള സമയത്ത് പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലിൻ്റെ അങ്ങേറ്റം ഒരു വേറെ ലെവൽ ഫീലായിരുന്നു. തണുത്തങ്ങ് മരവിച്ച് പോയി. കാരണം എൻ്റെ കോട്ടും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും വല്ലാത്തൊരു തണുപ്പായിരുന്നു. ഈ മലയെല്ലാം കയറി ആ ഒരു സ്പോട്ട് ഞാൻ എത്തുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേയുടെ അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ നമ്പേഴ്സ് എൻ്റെ ഇല്ല. പിന്നെ ഏറ്റവും മുകളിൽ നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് നമ്മൾ രാവിലെ എത്തിയ സമയത്ത് വല്ലാത്തൊരു തണുപ്പായിരുന്നു. പിന്നെ നമുക്ക് പോയ വഴിക്ക് ഫുഡ് കഴിക്കുന്ന തമിഴ്നാട് ഏരിയ ആണിത്. സോ ഫുഡിനൊന്നും വല്ല എക്സ്പെൻസ് അല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫുഡായിരുന്നു ആ കഴിച്ച കട. നമുക്ക് ഏകദേശം ഒരു ഡാമുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക്. ഹൈവേസ് ഡാം എന്ന് പറയുന്ന ഒരു ഡാമിൻ്റെ ഷട്ടറുള്ള ആ ഒരു സ്പോട്ടിനടുത്താണ് ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലേസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. എന്തോ ആ ഒരു തണുപ്പത്തിരുന്ന് കഴിക്കാനും പിന്നെ ആ ഫുഡ് നമുക്ക് വേണ്ടി ഒരു 20 മിനിറ്റ് അടുപ്പിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവർ കടയെല്ലാം തുറന്ന് ഫസ്റ്റ് കസ്റ്റമറാണ് നമ്മളായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ പോയ വഴിക്കാണ് നമുക്ക് ആനയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതെല്ലാം എനിക്ക് റീൽസിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്പോട്ട് അവിടെയൊക്കെ വെച്ച് നമുക്കൊരു ആസാമിലേക്ക് ഫീൽ നമുക്ക് കിട്ടി. ചുറ്റും തേയിലത്തോട്ടങ്ങളിൽ മറ്റേ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ആൻറ്റിമാർ നിൽക്കുന്ന അവർക്ക് നല്ല ഇറക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലൊക്കെ. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല ഫോഗിയാണ് കേട്ടോ. വീഡിയോയിൽ നമുക്ക് കറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ഫുള്ള് നല്ല ഫോഗാണ്. അതാണ് ആ ഫോഗാണെങ്കിൽ മൊത്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല മേഘങ്ങൾ പോലെ. അപ്പോൾ ഇതിലേക്ക് നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എന്ന് മനസ്സിൽ ഒപ്പി വയ്ക്കാൻ പറ്റിയ അടിപൊളി കാര്യങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ. ഇങ്ങനെ നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചുറ്റും മൊത്തം മഞ്ഞുണ്ടെങ്കിൽ മൂടിപ്പോവും. നമ്മൾ മൂന്നാറിലും ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അതേ ഫീല് നമുക്കിതിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ നമ്മൾ പോയ വഴിക്ക് ഒരു സൈഡിൽ ആന ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് രാവിലെയൊക്കെ പോകുമ്പോൾ ആന കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം ആനയുടെ ചാണകം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ പോയിട്ട് സൈഡിലൊരു ആനയെ കാണാൻ പറ്റി. പിന്നെ പോയ വഴിക്ക് മലയെണ്ണാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണാൻ വേണ്ടി. പിന്നെ കുറേ കുരങ്ങന്മാരെ എല്ലായിടത്തും കാണുന്ന പോലെ കുരങ്ങന്മാർ തിരിച്ചിറങ്ങിയ വഴിക്ക് താഴോട്ട് കണ്ടു. മുകളിലൊന്നും കുരങ്ങന്മാരെയൊന്നും കണ്ടില്ല. പിന്നെ ഒരു പള്ളിയൊക്കെ കാണാം പഴയ. പിന്നെ നമുക്ക് ഡാമിൽ വെള്ളം കുറവായതുകൊണ്ട് സൈഡിൽ നിന്ന് ഡാമിൻ്റെ വ്യൂ നല്ലതായിട്ട് കിട്ടി. നമുക്ക് ഒത്തിരി കാണാൻ വേണ്ടി പറ്റുമായിരുന്നു ഡാമിൻ്റെ സൈഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ. അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. സൈഡിൽ നിന്ന് എടുക്കുക, അകത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ സൈഡിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നല്ല തണുപ്പത്തിടാൻ പറ്റിയ കാര്യങ്ങൾ ഗിയേഴ്സൊക്കെ യൂസ് ചെയ്ത് തന്നെ വരിക. അതില്ലാത്തത് കൊണ്ട് നമ്മൾ തണുത്ത് കുറച്ച് മരവിച്ചു. കാരണം തലയൊക്കെ നല്ല ചില്ലായ ഫീലായിരുന്നു. എന്നാലും
അതൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു പോയി കാണാനുള്ള ഒരു വല്ലാത്തൊരു ഫീൽ ഉള്ളിലുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ടേക്ക് പോയി. ഇതെല്ലാം തേയിലേക്ക് നുള്ളുന്ന ആൻറ്റിമാരാണ്, അവരൊക്കെ ഓൺ ദ വേ ഉണ്ട്. അങ്ങനെ നമ്മൾ ഞങ്ങളങ്ങനെ മേഘമലയുടെ ഏറ്റവും ടോപ്പ് നമുക്ക് റീച്ചിനായിട്ട് വരുന്നതാണ് നമ്മുടെ മഹാരാജ സേട്ടു എന്ന് പറഞ്ഞൊരു സ്പോട്ട്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ പോയി ഒരു ടിക്കറ്റ് ഒക്കെ എടുക്കണം. ചെറിയ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. മാക്സിമം കയ്യിൽ ക്യാഷ് കരുതുക. GPay ചില സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ആവാറില്ല, ചില സമയത്ത് ചേഞ്ച് ചെയ്യാനും കാണില്ല. അതിന് ചേഞ്ച് ആയിട്ടൊക്കെ തന്നെ പോകണം. കുറച്ച് നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിനെ ചുറ്റും നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. പിന്നെ അത് നല്ല നിങ്ങൾ പോയി നമ്മൾ വീണ്ടും കുറച്ച് കയറി പോയ സമയത്ത് നല്ല ഫോഗ് വന്ന് ഫുള്ള് മൂടി ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫോഗാണ് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു ഫീൽ വരുന്നത്. പക്ഷേ ഇവിടെ മൊത്തം ഫോഗ് ആയിരുന്നുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തങ്ങ് മുകളിലേക്ക് കയറിയതിനു ശേഷം നമുക്ക് അവിടെ ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു കുറേ ഭാഗം, നമുക്ക് ഏകദേശം കുറേ ഏരിയകൾ, നമ്മൾ കുമളി കഴിഞ്ഞാൽ ഒരു ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുന്ന ഒരു ഭാഗം ഏരിയ മൊത്തം നമുക്ക് നല്ല രീതിയിൽ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളത് മിസ് ചെയ്തു, അത് കാണാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല ഈ ട്രിപ്പിൽ. എന്നാലും ഇത് മാക്സിമം ആൾക്കാർക്ക് ഇപ്പോൾ മൂന്നാറൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പേര് ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഒത്തിരി ആൾക്കാർ ഇത് കേട്ടു. ദെൻ ഞങ്ങളിവിടെ മഹാരാജ് മേട്ടു വ്യൂ പോയിന്റിലെത്തി. ഒന്നും കാണാൻ പറ്റില്ല, ബട്ട് ഫുള്ള് കോടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഹേ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ഗോയിങ് ടു സൈനിങ് ഔട്ട്.